ഹലോ, സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം അഡ്രസ് ചെയ്യാനാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുള്ളത്. ഒരു മാസത്തിലധികമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്ഷരം പറഞ്ഞു തരേണ്ട അധ്യാപകർ സമരത്തിലാണ്. എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് അറിയുമോ? ഇവിടെ കംപ്ലൈന്റ്സ് ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിസൾട്ട് ഒരു ആക്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആത്മഹത്യാ ഭീഷണിയോ അല്ലെങ്കിൽ അതിലും വലിയ നിരാഹാര സമരമോ അല്ലെങ്കിൽ അതിൽക്കും മേലെ നിൽക്കാൻ പറ്റുന്ന സോഷ്യലി അതൊരു വലിയ പ്രശ്നമായിട്ട് അരങ്ങേറണം. അതല്ലാത്ത ഒരു അവകാശങ്ങൾക്കും നമുക്കിവിടെ കറക്റ്റ് ആയിട്ടുള്ള അർഹതപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. നീറ്റ് വിഷയത്തിൽ രാജ്യത്തിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ അതിലൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിന് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക മാത്രമാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. പക്ഷെ തീർച്ചയായും രാഷ്ട്രീയവൽക്കരിക്കപ്പെടാത്ത ഒരുപാട് അവകാശങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചോദിച്ചു വാങ്ങിക്കാനുണ്ട്. ആ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, അത് കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്തെത്തിയാൽ അവിടെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ വേതന പ്രശ്നങ്ങൾ എന്ന് തുടങ്ങി നമ്മൾ ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ അർഹതപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാം തെരഞ്ഞെടുത്ത് നമുക്കിടയിൽ നിന്ന് അധികാരത്തിലെത്തി നമ്മെ ഭരിക്കുന്ന ഗവൺമെന്റ് പിന്നീട് നമുക്ക് വേണ്ട അവകാശങ്ങളെ ഒന്നും നേടിത്തരുന്നില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം നാം ശരിയായത് കണ്ടെത്തിയില്ല എന്നോ നാം കണ്ടെത്തിയത് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുള്ള സിസ്റ്റം കംപ്ലീറ്റ്ലി ഫെയിൽഡ് ആണ് എന്നാണോ? ദയവ് ചെയ്ത് ഇതിൽ രാഷ്ട്രീയം കാണരുത്. ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേറിയാലും നമുക്ക് ലഭിക്കുന്നത് ഒരേ നീതിയാണെങ്കിൽ, ഒരേ സമത്വമാണെങ്കിൽ, ഒന്നും കിട്ടാനില്ലായ്കയാണെങ്കിൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം. ആപത്തുകൾ നേരിടുന്ന അവസാന ഘട്ടത്തിലെല്ലാം കേരള ജനത ഒന്നായി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ നാം പലതവണ കണ്ടിട്ടുണ്ട്. തീർച്ചയായും നമ്മെ കാർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരി തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് നമ്മൾ ഓരോരുത്തരോടും കാണിക്കുന്ന ഈ അവകാശങ്ങളോടുള്ള അവഗണന. അതിൽ വിദ്യാർത്ഥികളെന്നില്ല, ജോലിക്ക് തയ്യാറായവരെന്നില്ല, ജോലി ചെയ്യുന്നവരെന്നില്ല, ഇനി ഇതെല്ലാം കഴിഞ്ഞ് പെൻഷനായി ജീവിക്കുന്നവരെന്നില്ല. എല്ലാവരും അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിനോട് മുറവിളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരു റിസൾട്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അർഹതപ്പെട്ടതിലും ആവശ്യത്തിലധികവും വേതനവും അതിൽ കൂടുതൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മേടിക്കുന്ന ഗവൺമെന്റ് ജീവനക്കാർക്ക് മാത്രം നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ പോരാ എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലായി എടുത്തുകൊണ്ട് എല്ലാ സാധാരണ ജനങ്ങളിലേക്കും ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അവകാശങ്ങളും എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ കൂടുതൽ പങ്കാളിയായാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയി വലിയൊരു വിജയമാക്കാൻ കഴിയുള്ളൂ. താങ്ക് യു.